പ്രിയമുള്ളവരെ, 1-ാം മണിക്കൂറിലും 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും ജോലിക്ക് വരുന്ന ജോലിക്കാർക്കെല്ലാം ഒരേ കൂലി കൊടുക്കുന്ന കഥ പറഞ്ഞുകൊണ്ട് കർത്താവായ ഈശോ തമ്പുരാൻ തൻ്റെ പിതാവിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും ദൈവിക നീതിയും ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതേ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിൽ ഇടമുണ്ട്. മനുഷ്യരെല്ലാം രക്ഷ പ്രാപിക്കും. എല്ലാവരും സ്വർഗത്തിൽ പോവും. ഇതാണ് സദ്വാർത്ത. പിന്നെ സ്വർഗവും നരകവും ഉണ്ട് കേട്ടോ. നരകത്തിൽ പോകേണ്ടവർക്ക് അവിടെ പോകാം. 1-ാം മണിക്കൂറിലും 2, 3, 4, 6, 9, 11 മണിക്കൂറിലൊക്കെ ആദ്യം വന്നവർക്ക് ഒരേ കൂലി കിട്ടിയപ്പോൾ അവർ പിറുകൊടുത്തുകൊണ്ട് ഒരു പക്ഷേ മേടിക്കാതെ പോയി കാണും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ പോകാട്ടോ, വേണ്ടെന്ന് വയ്ക്കാൻ വേണമെങ്കിൽ സ്വർഗം. അത് നമ്മുടെ ഇഷ്ടം. ആ ഫ്രീഡത്തിൽ ദൈവം കൈ കടത്താറില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു സന്തോഷം എല്ലാവർക്കും രക്ഷയുണ്ട്. എല്ലാവരും സ്വർഗത്തിൽ പോകും അൺകണ്ടീഷണലി, യാതൊരു വ്യവസ്ഥയുമില്ലാതെ. അത്രമാത്രം കരുണാമയനാണ് ദൈവം. ഈ സദ്വാർത്തയാണ്, ഈ സുവിശേഷമാണ് നമ്മൾ ഈ ലോകത്തോട് പ്രസംഗിക്കേണ്ടത്. സന്തോഷമായില്ലേ? ഈ സന്തോഷം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. അതേ, സ്വർഗരാജ്യം നിങ്ങളിൽ തന്നെ. പക്ഷേ ഇങ്ങനെയൊന്ന് പറയണമെങ്കിൽ ഒരു നല്ല മനസ്സ് വേണം കേട്ടോ. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മാലാഖമാർ പറഞ്ഞത്, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല മനസ്സുണ്ടാകട്ടെ. എല്ലാവരും സ്വർഗത്തിൽ പോട്ടെ. നമുക്കെന്തിനാ കുശുമ്പ്? എല്ലാവരും പോട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.